നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസസ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ എൻജിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മണ്ടത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസിലാണ് ഈ പർപ്പസ് ലെവൽസാണ് ലേൺ ചെയ്യുന്നത്. സ്ട്രാറ്റജി ഡയറക്റ്റ്ലി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. എന്തായിരുന്നു നമ്മുടെ ഈ ഒരു ചാനലാണ്, പ്രൈസ് ചാനലിൻ്റെ അകത്താണെങ്കിൽ വീണ്ടും നമുക്ക് ന്യൂ ഹൈ കിട്ടും. ഇൻ കേസ് ചാനൽ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫർദർ നമുക്ക് വീക്ക്നെസ് ഉണ്ടാവും, റൈറ്റ്? കാരണം വെച്ചാൽ പ്രൈസ് എ ബി സി സ്ട്രക്ചറിലാണ് മുകളിലേക്ക് പോയത്. എ ബി സി സ്ട്രക്ചർ മീൻസ് ഞാൻ കറക്ഷന് തന്നെ പറയുള്ളൂ, എപ്പോഴും ഞാൻ പറയാറുണ്ട്. എ ബി സി സ്ട്രക്ചർ, ഹൗ ടു ഫൈൻഡ് എ ബി സി സ്ട്രക്ചർ വീഡിയോ ഉണ്ട്, ഓൾറെഡി കാണണം. വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ടാകും, മസ്റ്റായിട്ട് കാണണം. ദ എ ബി മീൻസ് 81.2 100% വരും. ആൻഡ് ദെൻ സി. ഓക്കെ, ഇതാണ് സി പോയെങ്കിൽ എത്ര 5 മൂവ്സിലാണ്. 1 2 3 4 5 പെർഫെക്റ്റ്ലി 5 മൂവാണ്. സി എപ്പോഴും 5 മൂവ്സിൽ പോവുള്ളൂ. സി 5 മൂവ്സിൽ പോയി കംപ്ലീറ്റ് ചെയ്തു ടാർഗറ്റ്സ്. ആൻഡ് ദെൻ വീണ്ടും പ്രൈസ് ഇപ്പോൾ താഴേക്കാണ്, ഇപ്പോൾ ഓൺ ഗോയിങ്, റൈറ്റ്? ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിൽ വീക്ക്നെസ് ആണ് പ്രൈസിൽ, ബുള്ളിഷ്നെസ് ഒന്നും എനിക്ക് കാണുന്നില്ല. ന്യൂസ് ബേസ്ഡാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര ദിവസമായിട്ട്. സ്റ്റിൽ അത് തന്നെയാണ്, ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസ് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാനുള്ളൂ, അല്ലെങ്കിൽ പ്രൈസ് ഫർദർ ഡൗൺ സൈഡ് ഇപ്പോൾ കാണുന്നുണ്ട്, റൈറ്റ്? സോ ഇന്നത്തെ ഈ ലോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 81.20% വീണ്ടും കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. 81.20% ഇത് 81.20% കൂടി ബ്രേക്ക് ചെയ്താൽ ഫർദർ താഴത്തെ ലെവൽസ് ആക്റ്റീവ് ആവും. 111%, 127%, 161.80%. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ടാർഗറ്റ് 21,485. ഇത് എന്തിനാണ് ഞാൻ ഷെയർ ചെയ്യണേ, ഈ ലാസ്റ്റത്തെ ഈ ഷെയർ ലെവൽ റീസൺ ക്ലിയർ ആണ്. ബിഗർ ടൈം ഫ്രെയിമിൽ സപ്പോർട്ടാണ് ഇവിടെ. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി പിന്നെ നമുക്ക് നോക്കാം. ബട്ട് ഇവിടെ വരുമ്പോൾ പ്രൈസ് മേ ബി ബോട്ടം ഔട്ട് ആവണമെന്നാണ് എൻ്റെ ഒരു ഇത്, ബട്ട് കാണുന്നില്ല. റീസൺ എനിക്ക് ചാർട്ട് വൈസ് അല്ല ഇപ്പോൾ ഇഷ്യൂ, ചാർട്ട് വൈസ് അല്ല, ന്യൂസ് ബേസ്ഡ് ആണ് ഓവറോൾ. ഞാനത് തന്നെ പറയുള്ളൂ. സോ ന്യൂസ് ബേസ് നമ്മൾ ഇപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ന്യൂസ് ഇനി നെഗറ്റീവ് നാളെ ന്യൂസ് വന്ന പ്രൈസ് 81.20% ബ്രേക്ക് ചെയ്ത 100, 111, ഓക്കെ, 111, 8%, 27, 124 ഫോർദർ ലെവൽസ് നമുക്ക് എന്തായാലും കിട്ടും, മനസ്സിലായോ? ബുള്ളിഷ് എപ്പോഴാവുക? ബുള്ളിഷ് ഇപ്പോൾ ഇതിനകത്തൊന്നും കാണുന്നില്ല എനിക്ക്, റൈറ്റ്? ബുള്ളിഷ് ഇതിൻ്റെ അബവ് മാത്രമേ 23,460 70 കുടിക്കും. ഇതിൻ്റെ അബവ് മാത്രമേ ഞാൻ ബുള്ളിഷ് ആവുകയുള്ളൂ. ഇൻ കേസ് മൺഡേ ബൗൺസ് വരികയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. ഈ ഒരു ഗ്യാപ്പ് ഇത് കണ്ട സെല്ലിംഗ് പ്രഷറാണ്. സോ ഇവിടെ നിന്ന് സെല്ലിംഗ് വരാനുള്ള ചാൻസസ് വീണ്ടും ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. സപ്പോർട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ആണ് ഈ ഗ്യാപ്പ്, ഫേസ് ഈ റെസിസ്റ്റൻസ്. ആൻഡ് ദെൻ പിന്നെ ഓർ എന്താ ചെയ്യുക, നേരെ ഇത് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. ഇൻ കേസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ നേരെ തിരിച്ച് വയ്ക്കുക. പ്രൈസ് ഇവിടെ 61.80%, മാക്സിമം 81.20% ആ ലെവൽ ക്രോസ് ചെയ്യണമെങ്കിൽ മാത്രമേ ബുൾ സൈഡിലേക്ക് നോക്കാവുള്ളൂ, അല്ലെങ്കിൽ സെൽ ഓൺ റൈസ്, റൈറ്റ്? ഇതാണ്. അപ്പോൾ ആ ഒരു സിനാരിയോ ഇതേയായി ബി ഡ ബൗൺസ് ആൻഡ് സി ഡ ഫോൾ മനസ്സിലാക്കിയെടുക്കുക. എപ്പോഴും ക്യാപ് ഡൗൺ ആണെങ്കിൽ ഫോർ ദ ഡൗൺ സൈഡ് പ്ലേ ചെയ്യുക, നോ ഇഷ്യൂസ്. കാരണം വെച്ചാൽ വീക്ക്നെസ് സ്റ്റില്ലാണ്, സ്ലോ ഫോളാണ്, പ്രീമിയം കിട്ടാൻ ചാൻസസ് കുറവാണ്. മന്ത്ലി എക്സ്പയറി ആയിരിക്കും, മൺഡേ തന്നെയാണ് മന്ത്ലി എക്സ്പയറി. സോ നോക്കിയിട്ട് പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇനി ഇതിനകത്ത് എനിക്ക് പറയാൻ. വീക്ക്നെസ് സൈഡ് നമുക്ക് നോ ഡൗട്ട് പ്ലേ ചെയ്യാം, കേട്ടോ? ഇനിയാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫോർ ദ ലെവൽസ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഫസ്റ്റ് ഈ ഗ്യാപ്പ് മാർക്ക് ചെയ്യുക ആസ് എ റെസിസ്റ്റൻസ്. സപ്പോർട്ട് നമ്മുടെ ഈ ലോ ഫസ്റ്റ് സപ്പോർട്ടാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് 81.20% ഏരിയ പിന്നെ നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും. അത് ബ്രേക്ക് ചെയ്ത് പിന്നെ ഫർദർ നമ്മുടെ ഡൗൺ സൈഡ് ലെവൽസ് 127, 161.80% അങ്ങനത്തെ ഒരു ലെവൽസ് വീണ്ടും നമുക്ക് കിട്ടും. ഓക്കെ, സോ ബുളിഷ്നെസ് ആ ഒരു ഈ ഗ്യാപ്പിൻ്റെ അബവ് മാത്രം, ഓവറോൾ ബുളിഷ്നെസ് ഈ ഒരു റേഷ്യോസ് അബവ് ഇത് ചെയ്താൽ നമ്മൾ 54,150 അബവ് മാത്രമേ ഫർദർ ബുളിഷ്നെസ് ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇതായി. ഇനി സെൻസെക്സിൽ പോകാം. സെൻസെക്സ് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു നേരത്തെ എടുത്ത ഒരു സപ്പോർട്ട് സോൺ നമ്മൾ അതുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സെൻസെക്സ്. സോ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. ബിഗർ ടൈം ഫ്രെയിമിൽ ഒന്നും കാണുന്നില്ല, മനസ്സിലാക്കുക. ബ്ലൈൻഡ്ലി ഒന്നും പ്ലേ ചെയ്യരുത്. ആൻഡ് മറ്റേ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബിഗർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഫോർ ഫ്യൂച്ചർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിലൊരു കുഴപ്പമില്ല, ആഡ് ചെയ്തുകൊണ്ടിരിക്കുക.
ബട്ട് നോട്ട് ഈസി. ഇങ്ങനെ ചെറിയ ചെറിയ പോയിൻറ്റ്സിലല്ല, ഒരു മേജർ സപ്പോർട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു സപ്പോർട്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഒരുപാട് നമുക്ക് കിട്ടും, നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. അതും ഇപ്പോഴല്ല, ഇന്നൊരു നാളെ നമുക്ക് ഈസി അല്ല, അത് ലോങ് ടേമിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. നോട്ട് ഫോർ ഇൻട്രാഡേ ഓർ സ്മോൾ ടൈം ഫ്രെയിം ഡൂയിങ് സംതിങ്. ബിഗർ ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ല റിവാർഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ സെൻസെക്സിൻ്റെ ഈ ലെവൽസ് ഫോർ ദ ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ലെവൽസ് ഇത് 81.20% ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 127% ആൻഡ് 169.80% നമുക്ക് പ്ലേ ചെയ്യാം. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ 81.80%, ഇത് 81.20%, ഇതിൻ്റെ ബിലോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലാണ് നമുക്ക് ഈസിലി ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ നമ്മുടെ ആ ഒരു ഗ്യാപ്പാണ് നമ്മുടെ ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ. കണ്ടോ, ഇത് നമ്മൾ എങ്ങനെ തന്നെ മാർക്ക്. പ്രൈസ് പറയാനുള്ളത് എനിക്ക് തന്നെയാണ്. ഇൻ കേസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ഇത് റെസിസ്റ്റൻസ് ആയിരിക്കും ഫേസ് ചെയ്യുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. നിഫ്റ്റി മിഡ് ക്യാപ്സിലോട്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ABC ബൗൺസ്. ഓക്കെ, ഇത് പ്രോപ്പർലി 50% അവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, 50% റേഷ്യോയിൽ പെർഫെക്റ്റ്ലി സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രൈസ്. സോ 1, 2 AB 1, 2, 3, 4 and 5. മേ ബി ഇത് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ കൺസോളിഡേഷൻ ആൻഡ് അപ്പ് സൈഡ് നോക്കാം. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 50% ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് 61.80% ആൻഡ് 81.20% പിന്നെ ഇത് പോകും കേട്ടോ. 50% ഈ റേഷ്യോ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ എഞ്ചിൽ ഇതാണ്. ഐ തിങ്ക് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 പറയാം. ആൻഡ് ദെൻ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. 4 എന്തിന് ടൈപ്പ് ഓഫ് ഇത് കണ്ട 2 ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇത് കണ്ട 2 ലോ ഇതായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് 4 ആയിട്ട് കൂട്ടാം. അപ്കമിങ് ടൈമിൽ നമുക്ക് ഈ ഇത് പഠിക്കാം. കാരണം വെച്ചാൽ ഇത് ഇത്തിരി ടഫസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇത്രയ്ക്ക് താഴെ വന്നിട്ട് 50% ബിലോ ആണ് പ്രൈസ് പോയേക്കുന്നത്. ആൻഡ് ദെൻ ഇത് എന്തിന് കണ്ട ഓൾമോസ്റ്റ് 81.20% ഐഡിയ വന്നിട്ട്. സോ ഇത് നമുക്ക് ഇലേറ്റീവ് തിയറിയുടെ വേറൊരു പാർട്ടാണ്. ഇത് അപ്കമിങ് ടൈമിൽ പഠിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെ പറ്റി. ഓക്കെ, ബുള്ളിഷ് എപ്പോഴാകുക ഇതിൻ്റെ ബ്രേക്ക് ഔട്ട്, ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ എൻജി കൂടുതൽ ബുള്ളിഷ്നെസ് ഉണ്ടാകും. ഹിസ്റ്ററി തന്നെ അകത്ത് കൺസോളിഡേഷനാണ് എൻജിയുടെ. ഓക്കെ, റെസിസ്റ്റൻസ് എടുത്ത് സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതാണ് എനിക്കൊന്നും റീഡ് ചെയ്യാനില്ല. ഐ തിങ്ക് സ്മോൾ ടൈം ഫ്രെയിം മൗസ് ആയിട്ടാണ് പോകുന്നത്. സ്മോൾ ടൈം ഫ്രെയിം ഇത് റീഡ് ചെയ്താൽ എനിക്ക് തന്നെ പണി കിട്ടുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല, പ്രോപ്പർലി ഒരു സെറ്റപ്പ് കിട്ടുന്നില്ല. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ നമ്മൾ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഞാൻ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് ഇതെല്ലാം ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് സൈനാണ് ഇപ്പോൾ കാണുന്നത്. സോ വീക്ക്നെസ് ഇനി ഇതിൻ്റെ ബിലോ വരുള്ളൂ. ക്രൂഡ് ഓയിൽ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ സോ എ ബി ആൻഡ് ബിയുടെ അകത്ത് 1, 2, 3, 4, 5 1, 2, 3 ക്രൂഡ് ഓയിൽ നമുക്ക് റീഡ് ചെയ്യാനാണ് ഇങ്ങനെ റീഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും, റൈറ്റ്. സപ്പോർട്ട് എടുത്ത് പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറുന്നു. 1, 2, 3. ഓക്കെ, സോ 1, 2, 3. ഇപ്പോൾ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു സിംഗിൾ ലെഗിൻ്റെ നമുക്ക് നോക്കാനാണെങ്കിൽ ഐ തിങ്ക് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. 81.0% ക്ലിയർ. സോ സൈൻ ഓഫ് ബുള്ളിഷ്നെസ് ആണ്. സോ ഇപ്പോൾ ഈ വരുന്ന ബൗൺസ് ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ഇത് സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാൻ പറയുന്നത്. ഇത് 1, ഇത് 2, ഇത് 3 ഓൺ ഗോയിങ് ആണ്. റെസിസ്റ്റൻസ് തിരിച്ച് വരുമ്പോഴത്തേക്ക് 4ൻ്റെ സപ്പോർട്ട് എവിടെ 50% വരാം, 50% മാക്സിമം. ആൻഡ് ദെൻ പിന്നെ 5ലേക്ക് പേ ചെയ്യാവുള്ളൂ, റൈറ്റ്. ശ്രദ്ധിക്കാം. സോ റെസിസ്റ്റൻസ് എവിടെ നിന്ന് എടുക്കുന്നു അത്. ആൻഡ് ദെൻ 4ൻ്റെ വീണ്ടും നമുക്ക് ഫോൾ കിട്ടാനുള്ള ചാൻസസ് ആണ്, റീട്രേസ്മെൻറ്റ് ഫോൾ. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ 5th പ്ലേ ചെയ്യുക. അങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നോക്കിയിട്ട് ഇതൊന്നും പ്ലേ ചെയ്യുക. ഈസി അല്ല, ബട്ട് നോക്കിയിട്ട് പ്ലേ ചെയ്യുക. ടൈം ഉണ്ട് മാർക്കറ്റിന്, കുറച്ച് ടൈം കൊടുക്കുക. ഈസി ഇപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ അല്ല, മോസ്റ്റ്ലി ഇൻഡെക്സ്ഡ്. സോ നോക്കിയിട്ട് പ്ലേ ചെയ്യുക. സീ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കണ്ട. താങ്ക് യു സോ മച്ച്.